അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഷ്കാത്ത് എന്ന കിതാബിലെ ഹദീസ് ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഈ ചാനലിൽ. കിതാബ് റിഖാഖ് എന്ന കിതാബിലുള്ള ഹദീസുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 9-ാമത്തെ ഭാഗം 31-ാമത്തെ ഹദീസ് മുതലാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് 30-ാമത്തെ ഹദീസ് ഒരു ചെറിയ ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 9-ാമത്തെ ഭാഗം അല്പം അധികമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തുടക്കത്തിൽ ഉണർത്തുകയാണ്. 31-ാമത്തെ ഹദീസ് وعن أبي هاشم بن عتبة قال أهدى إلي رسول الله صلى الله عليه وسلم إنما يكفيك من جمع المال خادم ومركب في سبيل الله. അബൂ ഹാഷിം ബിൻ ഉത്ബ എന്നവരിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, അഹിദ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്തു, കരാർ ചെയ്തു. ഇന്നമാ യക്ഫീക മിൻ ജംഇൽ മാലി, സമ്പത്ത് സമ്പാദിക്കുന്നതിൽ, സ്വത്തൊരുമിച്ച് കൂട്ടുന്നതിൽ നിനക്ക് മതി ഖാദിമുൻ, യാത്രയിൽ സേവനം ചെയ്യാൻ ഒരു ഖാദിം, ഒരു സേവകൻ. വമർകബുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഹജ്ജിന് പോവുക, ഇൽമു പഠിക്കുക, അതേ പ്രകാരം ആവശ്യമായി വന്നാൽ ജിഹാദ് ചെയ്യുക എന്നതിന് വേണ്ടിയുള്ള ഒരു വാഹനവും നിനക്ക് മതി, ഒരു വാഹനം. റവാഹു തുർമുദി വന്നസാഇ വഇബ്നു മാജ ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. 32-ാമത്തെ ഹദീസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ ലിൽബിനി ആദമ ഹഖ്ഖുൻ ഫീ സിവാ ഹാദിഹിൽ ഖിസാലി ബൈത്തിൻ യസ്കുനുഹു വസൗബിൻ യുവാരി ബിഹി ഔറതഹു വജിൽഫിൽ ഖുബ്സി വൽമാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ലിബ്നി ആദമ ഹഖ്ഖുൻ, മനുഷ്യനിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ ഹഖ്ഖിന്റെ അർത്ഥം. ഫീ സിവാ ആദിൽ ഖിസാലി, ഇനി പറയുന്ന കാര്യങ്ങളിലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നതിനപ്പുറം ഒരാൾ സമ്പാദിക്കുന്നത് അനാവശ്യമാണ് എന്നാണ്. ഒന്ന്, ബൈത്തിൻ യസ്കുനുഹു, അവൻ താമസിക്കാനുള്ള ഒരു വീട്, അത് ആവശ്യമാണ്. വസൗബിൻ യുവാരി ബിഹി ഔറതഹു, അവന്റെ ഔറത്തിനെ മറക്കാനുള്ള വസ്ത്രം, എല്ലാത്തരം ഔറത്തുകളും ഉപയോഗിച്ച ഔറത്ത് മറക്കാനുള്ള വസ്ത്രം. വജിൽഫിൽ ഖുബ്സി വൽമാഇ, ജിൽഫ് എന്ന് പറഞ്ഞാൽ പാത്രം എന്നാണ്. അപ്പൊ റൊട്ടി, അതേ പ്രകാരം വെള്ളം ഒഴിക്കാൻ ഒരു പാത്രവും റൊട്ടി ഇടാനുള്ള ഒരു പാത്രവും എന്ന് പറഞ്ഞാൽ ആ റൊട്ടിയോട് കൂടെ, അപ്പൊ ഭക്ഷണവും വെള്ളവും ഒഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണ പാത്രവും വെള്ളപാത്രവും. അതല്ലാതെ ഒരു മനുഷ്യന് അനാവശ്യമായി കുറെ സാധനങ്ങൾ അവിടെ ഒരുമിച്ച് കൂട്ടൽ ആവശ്യമില്ലാത്തതാണ് എന്നാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. 33-ാമത്തെ ഹദീസ് സഹീൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറയുന്നു, ജാഅ റജുലുൻ, ഒരു പുരുഷൻ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഫഖാല, അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, ഇദാ ദുല്ലനി അലാ അമലിൻ, ഒരു അമല് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുക, അറിയിച്ചു തരുക. ഇദാ അനാ അമിൽതു, ആ അമല് ഞാൻ ചെയ്യുകയാണെങ്കിൽ, അഹബ്ബനില്ലാഹു, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. വഅഹബ്ബനിന്നാസു, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അമൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ, ദുനിയാവിൽ നീ പ്രപഞ്ചത്യാഗിയാവുക, ദുനിയാവിലെ അമിതമായ അത്യാഗ്രഹമുള്ള ഇല്ലാത്തവനാവുക. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, അതുപോലെ ജനങ്ങളുടെ അരികെയുള്ളതിനെ തൊട്ടും നീ പ്രപഞ്ചത്യാഗിയാവുക. ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണമെന്ന മോഹത്തോടെ മാത്രം നടക്കാത്തവനാവുക. എന്നാൽ യുഹിബ്ബുക്കന്നാസ്, അപ്പൊ ആദ്യം പറഞ്ഞതുകൊണ്ട് അങ്ങനെ നീ ചെയ്താൽ, ദുനിയാവിനോട് ഒരു സുഹൃദ് പ്രകടിപ്പിച്ചാൽ, ദുനിയാവിനോടുള്ള അത്യാഗ്രഹം ഒഴിവാക്കിയാൽ, യുഹിബ്ബുക്കല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ ഒരു സുഹൃദ് കാണിക്കുകയാണെങ്കിൽ, ജനങ്ങളെ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. മിശ്കാത്തിന്റെ 9-ാമത്തെ ഭാഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദർസിന്റെ 9-ാമത്തെ ഭാഗം, കിതാബു റിഖാഖിൽ 34-ാമത്തെ ഹദീസ്. وعن ابن مسعود رضي الله عنه, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നാമ അലാ അസ്രിൻ, ഒരു പായയിൽ കിടന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി. മുടഞ്ഞുണ്ടാക്കിയ പായയാണ്. ഫഖാമ, അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ, വഖദ് അസ്റ ഫീ ജസദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ആ പായയുടെ ഭാഗങ്ങൾ പതിഞ്ഞിരിക്കുന്നു, നല്ല വ്യക്തമായ പതിച്ച്. അതിശക്തിയായ അടയാളം ഉണ്ടായിരുന്നു എന്നാണ്. ചെറിയൊരു അടയാളമൊക്കെ പായൽ കേൾക്കുമ്പോൾ ഉണ്ടാവും, അതിനെ പറ്റിയല്ല. ഫഖാല ഇബ്നു മസ്ഊദ്, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലൗ അമർതന, നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ, അന്നബ്സുത, ഞങ്ങൾ വിരിച്ചു തരുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ഒരു വിരിപ്പ് ആ പായൽ വിരിച്ചു തരാൻ ഞങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ നന്നായി. ഞങ്ങളെ അത് ഉണ്ടാക്കുന്നതിനും നിങ്ങൾ സമ്മതം തരുകയാണെങ്കിൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി, എനിക്കെന്താണ്, വലിയ ദുന്യാവിനിക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, മാലി വലിയ ദുന്യ എന്ന് പറഞ്ഞ എനിക്ക് ദുന്യാവുമായിട്ടും ദുന്യാവിന്റെ കൂടെ യാതൊരു ഇണക്കവും മഹബത്തും എനിക്ക് ദുന്യാവിനോട് ഇല്ല. അതേ പ്രകാരം ദുന്യാവിന് എന്നോടും അതുപോലെയുള്ള ഇൽഫത്തും മഹബത്തും ഇല്ല. ഞാൻ ദുന്യാവിനെയോ ദുന്യാവ് എന്നെയോ സ്നേഹിക്കുന്നില്ല. ഞാനും ദുന്യാവും ഒരു യാത്രക്കാരനെ പോലെയല്ലാതെയല്ല. അങ്ങനെയാ ഇഷ്ടമല്ല. ആ യാത്രക്കാരൻ തണലിന് വേണ്ടി ഇരുന്നിരിക്കുന്നു, ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ. പിന്നീട് വീണ്ടും യാത്ര ചെയ്തു, ആ തണലിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതുപോലെ ഒരു റെസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അഹ്മദ്, തുർമുദി, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവരൊക്കെയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 35-ാമത്തെ ഹദീസ് وعن أبي أمامة رضي الله عنه عن النبي صلى الله عليه وسلم മാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അഖബത്തു ഔലിയാഇ എന്റെ മുഹിബ്ബീങ്ങളിൽ നിന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ യഥാർത്ഥ മുഅ്മിനുകളിൽ നിന്ന് അവനെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കാൻ പറ്റിയതായ മുഅ്മിൻ, അതാണ് അതിന്റെ അർത്ഥം. ഒരു മുഅ്മിനാണ്, ഖഫീഫുൽ ഹാദി, അയാള് സമ്പത്ത് കുറഞ്ഞവനാണ്, വലിയ മുതലാളിയില്ല. വലിയാലി, അയാൾക്ക് അധികം സന്താനം മക്കളും കുടുംബമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അഹക്കു അഹിബ്ബാഇ, എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന്, എന്നെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നിന്ന് അവനെ പോലെ ഞാനും ആവണം എന്ന് ആഗ്രഹിക്കാൻ പറ്റിയ മുഅ്മിൻ ഈ രീതിയിലുള്ള മുഅ്മിനാണ്. അഥവാ വലിയ സ്വത്തില്ല, അധികം മക്കളും സന്താനമൊന്നുമില്ല. മക്കളുണ്ടാക്കുന്നത് മോശമല്ല, അതിനെ പറ്റിയുള്ള ഹദീസൊന്നും ഇത് പറയുമ്പോ ഓതണ്ട. കാരണം ഇവിടെ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനത്തെ ആൾക്കാരോട് ആണ് അങ്ങനെ ആവണം എന്നാണ് ആഗ്രഹിക്കപ്പെടേണ്ടത് എന്നാണ്. അതിന്റെ അർത്ഥം ഉമ്മത്ത് വർദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ സംശയമില്ല. പക്ഷെ എങ്ങനെയെങ്കിലും വർദ്ധിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെയുള്ള മുഅ്മിന് നിസ്കാരത്തിൽ നിന്ന് നല്ലൊരു വിഹിതം അവനിക്കുണ്ട്. നിസ്കാരം ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ഫർളായ മുഴുവൻ നിസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ സുന്നത്ത് ചെയ്യുന്ന മുഅ്മിൻ, അഹ്സന ഇബാദത്ത് റബ്ബിഹി, അവന്റെ റബ്ബിനുള്ള ഇബാദത്തിനെ അവൻ നന്നാക്കി, വതഅഹു ഫിസ്സിദ്ദി, അയാളെ രഹസ്യമായി അല്ലാഹുവിനെ അനുസരിച്ചു, വകാന ഖാമിദൻ, അയാള് ഒരു പ്രശസ്തനല്ലാതെയായി, ഫിന്നാസ്, ജനങ്ങളിലേക്ക്, ആളുടെ പേരും പ്രശസ്തിയൊന്നും ഇല്ല. ലാ യുസാറു ഇലൈഹി ബിൽ അസാബിഉ, കൈ കൊണ്ട് വിരലുകളെ കൊണ്ട് അയാളിലേക്ക് ചൂണ്ടിക്കാണിക്കുകയില്ല. ആരും അയാൾ കണ്ടില്ലേ എന്ന് പറയില്ല. വകാന റിസ്ഖുഹു കഫാഫ, അയാൾക്കുള്ള ഭക്ഷണം, അയാളുടെ സമ്പത്ത് അയാൾക്ക് മതിയാകുന്ന അത്ര മാത്രമായിരുന്നു. ഫസബറ അലാ ദാലിക, അതിന്റെ മേലിൽ ക്ഷമയോടുകൂടെ അല്ലാഹുവിനുള്ള ഇബാദത്തിലായി മുഴുകിയതായ മുഅ്മിനായ മനുഷ്യൻ, ഈ മുഅ്മിനായ മനുഷ്യന്റെ പോലെ ഞാനും ആവണം എന്നാണ് കൊതിക്കപ്പെടേണ്ടത്. പിന്നെ കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉജ്ജിലത്ത് മനിയത്തുഹു, അവന്റെ മരണം ഉളരിക്കപ്പെട്ടു. അങ്ങനെ കുറെ കഴിയുമ്പോ പിന്നെ അയാൾ മരണപ്പെട്ടു. എന്നാൽ കല്ലത്ത് ബവാഖിഹി, അയാൾ മരിച്ചപ്പോൾ അയാൾക്ക് വേണ്ടി കരയുന്നവര് വളരെ കുറവായി. മക്കളും കുട്ടികളും കുറവാണ്, അങ്ങനെയല്ല ഉണ്ടാവും, കുടുംബങ്ങൾ കുറവാണ്. കല്ലത്തുറാസുഹു, അയാൾ അനന്തരാവകാശികളും കുറവായി, അങ്ങനെ തന്നെ ഉണ്ടാവും. സന്താനങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ, കുടുംബം കുറവാണെങ്കിൽ അയാൾ അനന്തരാവകാശികളും കുറയും, കരയാൻ ആള് കുറയും. പക്ഷെ ഈ ഒരു മനുഷ്യനെ പോലെ ആവണം എന്നാണ് കൊതിക്കേണ്ടത് ഒരു മുഅ്മിൻ എന്നാണ് ഈ ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. 36-ാമത്തെ ഹദീസ്. وعن أبي أمامة رضي الله عنه, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർള അലയ്യ റബ്ബി,
എന്റെ റബ്ബ് എന്റെ മുന്നിൽ കാണിച്ചു തന്നു എന്ത് മക്ക, മക്ക ഭൂമിയെ ഒട്ടാകെ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു, അവിടെയുള്ള മണലുകളും പാറക്കല്ലുകളും ഒക്കെ. എന്നിട്ട് എന്നോട് സ്വർണമാക്കി തരണ ഇത് എന്ന് ചോദിച്ചു. എനിക്കത് സ്വർണമാക്കി തരാൻ വേണ്ടി മക്ക ഭൂമിയെ എന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കി തന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, വേണ്ട, യാ റബ്ബി, എന്റെ റബ്ബേ, വലാകിൻ, പിന്നെ ഞാൻ ചെയ്യുന്നത് അസ്ബഹു യൗമൻ, ഒരു ദിവസം ഞാൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കും. വയറു നിറച്ച് എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറുന്നത് വരെ. വജൂ യൗമൻ, ഒരു ദിവസം ഞാൻ ഭക്ഷണമില്ലാതെ വിശക്കും. ഫൈദാ ജിഅ്തു, അങ്ങനെ എനിക്ക് വിശപ്പുണ്ടായാൽ തളറഅതു ഇലൈക റബ്ബേ, നിന്നിലേക്ക് ഞാൻ താഴ്മത ചെയ്യും. വദക്കർതുക, നിനക്ക് ഞാൻ ദിക്ർ ചൊല്ലും. വൈദാ സബിഅതു, ഞാൻ ഭക്ഷണം കഴിച്ചു വിശപ്പ് മാറിയാൽ ഹമിദുക, നിന്നെ ഞാൻ സ്തുതിക്കും. വശക്കർതുക, നിനക്ക് ഞാൻ നന്ദി പറയും. റവാഹു അഹ്മദ് തുർമുദി, മാനപ്പെട്ട ഇമാം അഹ്മദ് തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റളിയല്ലാഹു അൻഹുമ. 37ാമത്തെ ഒരു ഹദീസ്. വഅൻ അബ്ദുല്ലാഹി ഇബ്നു മുഹ്സൻ, അബ്ദുല്ലാഹി ഇബ്നു മുഹ്സൻ എന്നവരിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിന, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിർഭയനായ, പേടി കൂടാതെ, ശത്രുവിനെ തൊട്ട് പേടി, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ടുള്ള പേടി, അങ്ങനെ ഒരാൾ ആയിക്കഴിഞ്ഞാൽ, ഫീ സിർബിഹി, അവന്റെ ശരീരത്തിൽ ഒരു പേടിയുമില്ലാത്തവനായ ആൾ. അതാണ് നഫ്സിന്റെ മേലുള്ള പേടി. അതാണ് ഒരർത്ഥം ഫീ സിർബിഹി എന്നതിന്. ഫീ സിർബിഹി എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അവന്റെ നഫ്സിന്റെ മേലിൽ പേടിയില്ലാതെയായ എന്നാണ്. പേടിയില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ആഘോഷമാണ്. അൽ ഈദു ലൈസ ലിമൻ ലബിസൽ ജദീദ, ഇന്നമൽ ഈദു ലിമൻ അമിനൽ വഈദ എന്നാണ്. പെരുന്നാൾ എന്ന് പറയുന്നത് പുതിയ വസ്ത്രം ധരിച്ചവനിക്കല്ല. പിന്നെ പെരുന്നാൾ വഈദ്, അള്ളാഹുവിന്റെ ആ അദാബിനെ തൊട്ട് അമ്നുള്ള മനുഷ്യനിക്കാണ് പെരുന്നാൾ എന്നാണ്. അവ സിർബിന് ഒന്ന് നഫ്സിന്റെ മേലുള്ള പേടി. രണ്ടാമത്തെ അർത്ഥം ജമാഅത്ത് എന്ന അർത്ഥമുണ്ട് സിർബിന്. അപ്പൊ നമ്മുടെ ശരീരം, നമ്മളുടെ ഭാര്യ, മക്കൾ, അഹ്ലുകാരും ഇയാലും, ഇവരുടെ മേലിൽ ഒരാൾക്ക് അമ്നുണ്ടായ, അവരെ കാര്യത്തിൽ നമുക്കൊരു പേടിയുമില്ലാതെയായി. രണ്ട് പേടിയിൽ നിന്നും രക്ഷപ്പെടണം. ഒന്ന്, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട്. രണ്ട്, മരണപ്പെട്ടു പോയാൽ ആഖിറത്തിൽ ഭാര്യ നരകത്തിൽ പോകുമോ, അല്ലെങ്കിൽ ഞാൻ പോകുമോ, മക്കൾ പോകുമോ എന്ന പേടിയിൽ നിന്ന് അമ്നുണ്ടാവണം. അതിനുള്ള പണികൾ ചെയ്യണം. അങ്ങനെ ഒരാൾക്ക് അമ്നുണ്ടായാൽ, നിർഭയത്വമുണ്ടായാൽ, അവന്റെ ശരീരത്തിൽ രോഗമൊന്നുമില്ലാതെ ആഫിയത്തുണ്ടായാൽ, എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ, ജലദോഷം, അതൊന്നുമല്ല, അവന് ഇബാദത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള രോഗങ്ങൾ ഇല്ലാതെ ആഫിയത്ത് കിട്ടിയാൽ, ഇൻദഹു ഖൂതു യൗമിഹി, ഓരോ ദിവസത്തേക്കുമുള്ള ഭക്ഷണം അവന്റെ അരികെയുണ്ടായാൽ, ഫഇന്നമാ ഫകഅന്നമാ ഇസ്സത് ലഹു ദുനിയ ബിഅദാഫിരിഹി, അവൻ ദുന്യാവൊട്ടാകെ ഒരുമിച്ച് കൂട്ടിയവനെ പോലെയായി. ബിഅദാഫി എന്ന് പറഞ്ഞാൽ ആ ദുന്യാവിന്റെ തട്ടും തരിയും ഒക്കെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ദുന്യാവ് കിട്ടിയ സ്ഥാനത്താണ് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്നാണ് ഈ ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. 38ാമത്തെ ഹദീസ് മിഖ്ദാദ് ഇബ്നു മഅദി കരീബ എന്നവരിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഖാല, അവർ പറയുന്നു,
സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, മാ മലഅ ആദമിയ്യുൻ വിആഅൻ, മാ മലഅ നിറക്കുകയില്ല, ആദമിയ്യുൻ ഒരു മനുഷ്യനും, വിആഅൻ ഒരു പാത്രത്തിനെ, ശർറൻ മിൻ ബത്നി അവന്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രത്തിനെയും നിറക്കുകയില്ല. വയറ് നിറക്കുക എന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആദം, ഒരു യഥാർത്ഥ മനുഷ്യനിക്ക് മതി, അവന്റെ ജീവൻ നിലനിർത്താനുള്ള കുറച്ച് പിടി ഭക്ഷണങ്ങൾ. ഇനി കൂടാതെ കഴിയുകയില്ല അല്പം ഭക്ഷണം കഴിക്കൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, മറ്റ് 1/3 ഭാഗം ശറാബ് വെള്ളം, മറ്റൊരു 1/3 ഭാഗം അവന്റെ ശ്വാസത്തിന് വേണ്ടി, ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖസാലി ഇമാം രേഖപ്പെടുത്തുന്നതായി കാണാം. ചുരുക്കുകയാണ്, ഒരാൾ വിശപ്പ് സഹിക്കുകയാണെങ്കിൽ, വിശക്കുകയാണെങ്കിൽ അയാൾക്ക് 10 ഗുണങ്ങളുണ്ട് എന്നാണ്. അല്പം വയറൊക്കെ ഒന്ന് കാലിയാവടക്ക്. എപ്പോഴും അങ്ങനെ തിന്നിട്ട് ഇങ്ങനെ മുട്ടി നടക്കുന്നത് വലിയ ദോഷമാണ്, വലിയ കേടാണ് ശരീരത്തിൽ. 10 ഗുണങ്ങളുണ്ട് എന്നാണ് വിശപ്പുകാരൻ. ഒന്ന് സഫാഉൽ ഖൽബ്, ഹൃദയത്തിനൊരു തെളിവ്, തെളിച്ച. വയറ് നിറക്കുന്ന ആൾക്ക് ബലാദത്തുണ്ടാവും, ബുദ്ധിമാന്യം ഒരു തരം എന്തായി മാറും. 2 ഇരിക്കത്തുൽ ഖൽബ്, ഹൃദയം നേരിയ ഹൃദയമാകും, കടുത്ത ഹൃദയമാവില്ല. ഇരിക്കത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അതൊക്കെ അംഗീകരിക്കുന്ന, പെട്ടെന്ന് ഉപദേശിച്ചാലും മാറ്റം വരുന്ന ഹൃദയം. ഖസ്വത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, 25 പ്രാവശ്യം പറഞ്ഞാലും ആ ചെയ്യുന്ന കാര്യം തന്നെ തുടരും. ഇത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അമിതമായ തടികളൊക്കെ ഉള്ള ആളുകൾക്ക് വല്ലാതെ കാണാറുണ്ട്, എല്ലാവർക്കും ഉണ്ട് എന്നല്ല. 3 സവാലുൽ ബത്തർ, അഹങ്കാരം, അത് നീങ്ങിപ്പോകും, വിശപ്പുണ്ടാവും. 4 അള്ളാഹുവിന്റെ പരീക്ഷണം സംബന്ധിച്ചുള്ള മറവി ഇല്ലാതിരിക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും എന്നൊരു ഓർമ്മ ഇങ്ങനെ മനസ്സിലുണ്ടാവും. 5 ദോഷകരമായ ആഗ്രഹങ്ങളെ പൊട്ടിച്ചു കളയാൻ പറ്റും, വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. 6 ഉറക്കത്തെ തടയാൻ സാധിക്കും. അമിതമായി ഏത് സമയത്തും കിടന്ന അപ്പുറം ഇങ്ങനെയുള്ള ഉറക്കത്തിനെ തടയാൻ സാധിക്കും, അമിത ഭക്ഷണം ഒഴിവാക്കിയ. 7 തസ്യീറുൽ മുആളബത്തി അലൽ ഇബാദ, ആരാധനയുടെ മേലെ പതിവാക്കുന്നത് എളുപ്പമായി കിട്ടും. കൂടുതൽ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് എപ്പോഴും ഒരു മടിയുണ്ടാകും, അത് നീക്കിട്ടും. 8 സിഹത്തുൽ ബദൻ, ആരോഗ്യം ഉണ്ടാകും, ആരോഗ്യം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കും. വിശക്കുന്ന ആൾക്ക് വയറ് ഒരു ദിവസമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നല്ലൊരു വിശപ്പുണ്ടായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോഴാണ് രോഗങ്ങളിൽ നിന്നൊക്കെ കുറെ സമാധാനം കിട്ടും. 9 നമുക്കൊക്കെ അറിയുന്ന ഒരു ഫായിദയാണ്, ഹിഫത്തുൽ മൗനത്ത്, ചിലവ് കുറയും. ചില ആൾക്കാരെ കണ്ട് തിന്നിട്ട് ഒരു 2 കിലോ അരിയൊക്കെ തിന്നാണെങ്കിൽ, അരിന്റെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് 1 കിലോ ആക്കി ചുരുക്കിയാൽ 1 കിലോ ലാഭം കിട്ടും. അതെല്ലാവർക്കും അറിയുന്നതാണ്. 10 അത്തസദ്ദുഖു ബിമാ ഫളില, ബാക്കി വരുന്നത് നമ്മൾ തന്നെ ഫുള്ള് ചെലവാക്കാതെ നമ്മൾ തിന്നുന്നതിൽ മാത്രല്ല, വെറുതെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ട് നശിപ്പിക്കുന്നതിനല്ല അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരാം. വെറുതെ കണ്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഞാൻ തിന്നു കരുതിയിട്ട്
ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി പിന്നീട് അത് ദിവസങ്ങൾ വെച്ച് അവസാനം കൊണ്ടുപോയി നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥ. ഒരു ഭക്ഷണം തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ കൂടുതൽ വെച്ച് പിന്നെ അത് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പല ദോഷങ്ങളും ഉണ്ട്. ദിവസങ്ങൾ വെച്ചുകൊണ്ട് പിന്നീട് അത് തിന്നുകയും പിന്നീട് അതിനുശേഷം അത് കൊണ്ടുപോയി നശിപ്പിക്കുകയും ഒക്കെ, അഥവാ തിന്നാതെ തന്നെ അത് കൊണ്ടുപോയി ഭൂമിയിൽ കുഴിച്ചുമൂടുകയോ അതല്ലെങ്കിൽ വെറുതെ ഇടുകയോ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ മുന്നിൽ അതിന്റെ ഒക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരുന്നാൽ ആ പൈസ കൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങൾക്ക് സദഖ ചെയ്താൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഇസ്രാഫ് പാടില്ല എന്ന എത്ര വലിയ ധനികനാണെങ്കിലും അവൻ മിതമായ നിലക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 10ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് വരുന്നതാണ്.